നാവിൽ നിന്ന് പുറപ്പെടുന്ന ധാരാളം അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. അതിൽപ്പെട്ടതാണ് ത്വ, ത, ദ. നാവിൻ്റെ തല, അതായത് ഈ ഭാഗം നാവിൻ്റെ തല, മേലെ മുൻപല്ലിൻ്റെ മുരട്, നാവിൻ്റെ തലഭാഗം മേലെ മുൻപല്ലിൻ്റെ മുരടിൽ തട്ടുമ്പോൾ ത്വ, ത, ദ 3 അക്ഷരങ്ങളാണ്. ത്വ, ത, ദാല്. ത്വാത്തിത്തുൻ, ത്വത്വത്തിത്തുൻ, ത്വാത്തിത്തുനൽ ത്വാനത്തുന, താതിതതുൻ, തതതിതതുൻ, താതിതുനൽ താനതുന, ദാദിദതുൻ, ദദദിദതുൻ, ദാദിദുനൽ ദാനദുന. നാവിൻ്റെ കൂർത്ത അറ്റം, ഈ ഫ്രണ്ടിലെ കൂർത്ത അറ്റം, അത് 2 മുൻപല്ലുകളുടെ ഇടയിൽ, മുൻപല്ലുകളിൽ തട്ടി ഇപ്പുറത്തേക്ക് വരുമൊന്നും വേണ്ട, ആ ഇടഭാഗത്തേക്ക് നാവിൻ്റെ കൂർത്ത അറ്റം വരും. അപ്പോഴുണ്ടാകുന്ന അക്ഷരങ്ങളാണ് സ, സ്വ, സ. സ, സ്വ, സ. സാധാരണ മലയാളത്തിലൊക്കെയുള്ള സ, സീൻ. പിന്നെ മലയാളത്തിൽ ഇല്ലാത്ത 2 അക്ഷരങ്ങൾ സ, സ, സ. വായ നിറയെ ശബ്ദമുണ്ടാകുന്ന വിധത്തിൽ പറയേണ്ടതാണ്. സാസിസസുൻ, സസസിസസുൻ, സാസിസുനൽ സാനസുന, സാസിസസുൻ, സസസിസസുൻ, സാസിസുനൽ സാനസുന, സാസിസസുൻ, സസസിസസുൻ, സാസിസുനൽ സാനസുന. സാദ്, സായ് ഈ അക്ഷരങ്ങൾ പൊതുവെ മലയാളത്തിലില്ലാത്തത് കൊണ്ട് മലയാളിക്ക് നേരത്തെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ പ്രാക്ടീസ് ആവശ്യമാണ്.